അസീസിയിലെ പ്രശസ്തമായ പോർസിംഗുള ബസിലിക്കയ്ക്കുള്ളിലെ കപ്പേളയ്ക്ക് അവർ ലേഡി ഓഫ് ദി ഏഞ്ചൽസ് എന്ന് പേര് ലഭിച്ചതിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത്ഭുതകരമായ പാരമ്പര്യമുണ്ട്. പോർസിംഗുള എന്നാൽ ചെറിയ ഭാഗമെന്നാണ് അർത്ഥമാക്കുന്നത്. ഓഗസ്റ്റ് 2 ആഘോഷിച്ച പോർസിംഗുള ദണ്ഡവിമോചനത്തിനും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയ യാത്രയ്ക്കും സാക്ഷ്യം വഹിച്ച ഈ കൊച്ചു കപ്പേള അത്ഭുതങ്ങളുടെയും ദൈവിക ദർശനങ്ങളുടെയും ഉറവിടമാണ്. 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഈ ചെറിയ ദേവാലയത്തിന് മാലാഖമാരുടെ രാജ്ഞിയുടെ ദേവാലയം എന്ന് പേര് ലഭിച്ചതിന് പിന്നിൽ പ്രധാനമായും 2 പാരമ്പര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേതാണ്, പുരാതന കാലത്ത് ഈ കൊച്ചു കപ്പേള സന്ദർശിച്ചിരുന്ന തീർത്ഥാടകർക്ക് മാലാഖമാരുടെ മനോഹരമായ സംഗീതം തുടർച്ചയായി കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്ന പാരമ്പര്യം. അതിൽ രണ്ടാമത്തേതാണ്, മാലാഖമാരുടെ അകമ്പടിയോടെ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ പേര് ലഭിച്ചതെന്ന വിശ്വാസം. കൂടാതെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശൂന്യമായ കല്ലറയിൽ നിന്നുള്ള ചില പുണ്യ തിരുശേഷിപ്പുകൾ വിശുദ്ധ ഫ്രാൻസിസിന്റെ കാലത്തിന് മുൻപ് തന്നെ ഇവിടെ സൂക്ഷിച്ചിരുന്നതായും ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. 1216 ജൂലൈ മാസത്തിൽ ഈ കപ്പേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസിന് യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ദർശനമുണ്ടായി. ഈ സമയം അസംഖ്യം മാലാഖമാർ കപ്പേളയിൽ ഉണ്ടായിരുന്നതായാണ് വിശ്വാസം. സഭാചരിത്രത്തിൽ പോർസിംഗുള കപ്പേളയ്ക്ക് അത്യപൂർവമായ സ്ഥാനമാണുള്ളത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും അദ്ദേഹത്തിന്റെ ആദ്യകാല അനുഗാമികളും ഈ കപ്പേളയ്ക്ക് സമീപമാണ് താമസിച്ചിരുന്നത്. വിശുദ്ധ ക്ലാര തന്റെ പ്രഥമ സന്യാസ വ്രതവാഗ്ദാനം നടത്തിയത് ഈ കപ്പേളയ്ക്കുള്ളിൽ വെച്ചായിരുന്നു. 1226 വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരണമടഞ്ഞതും ഈ കപ്പേളയ്ക്ക് മുന്നിലെ മണ്ണിൽ കിടന്നുകൊണ്ടായിരുന്നു. ഇന്ന് അസീസിയിലെ സെന്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ബസിലിക്കയ്ക്ക് ഉള്ളിലാണ് ഈ ചരിത്രപ്രസിദ്ധമായ പോർസിംഗുള കപ്പേള സംരക്ഷിക്കപ്പെടുന്നത്.